സോഫി അവൻ കാർ തരാത്തോണ്ടല്ലേ സോഫി? ഇല്ലേ നിന്നെ കാണാൻ വരുമെന്ന് നിനക്കറിയാല്ലേ. അന്ന് നീ വരണ്ടാന്ന് പറഞ്ഞിട്ടായാലും രാത്രി മതിലടി അങ്ങ് വന്നില്ലേ. നീ എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യല്ലേ പൊന്നെ. എന്റെ പൊന്നുമ്മയെ നീ എന്നെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് കാണല്ലേ. അന്ന് മാളി വെച്ചാണ് എന്റെ കസിനാ. അതിനെന്റെ കൊച്ചച്ഛൻ ഇന്റർകസ്റ്റായിരുന്നു. മുംതാസ്വാമിയുടെ മോളാ അത്. ശരി എന്നാ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലേ അതൊന്നും. പിന്നെ എന്തിനീ പറ്റാത്തോടേക്ക് പോന്നേ? പ്രേമൊക്കെ ആകുമ്പോ അങ്ങനെ കുറച്ച് കൺവിൻസിങ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്നിട്ട് കൂട്ടുകാരെ കാറ് തന്നാ കൺവിൻസ് ആകാൻ. നീയൊക്കെ ഇങ്ങനെ കൺവിൻസ് ചെയ്തതാണോ? എന്നാ കണ്ടുപിടി. കാശിന് കാശുണ്ട്, കാറിന് കാറുണ്ട്. എനിക്ക് ആരെയും കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. നീയൊക്കെ എങ്ങനെ അവള് കഴിച്ചോ ഒഴിച്ചോ എന്ന് നോക്കിയാണ്. എനിക്കുണ്ട്, എനിക്ക് പ്രകൃതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരുടെ വേണേലും എപ്പം വേണേലും നടക്കാം. കപ്പലണ്ടി കയറും, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. കാശിന് കാശുണ്ട്, കാറിന് കാറുണ്ട്, പക്ഷേ പെണ്ണിന് പെണ്ണില്ല. ഇന്ന് രാത്രിക്കുള്ള ഒരു പെണ്ണിനെ സെറ്റാക്കിയില്ലെങ്കിൽ ഞാൻ പുഷ്പകുമാറിന്റെ മകനല്ല. രമ്യ, ഇന്നെങ്കിലും നീ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറയണം. 2 കൊല്ലമായിട്ട് അതിന്റെ പുറകെ അടയ്ക്കാം. നിനക്ക് വാങ്ങിച്ചേരാത്ത സാധനങ്ങളും ഇല്ല. നിന്റെ അച്ഛൻ നോക്കുമോ നിന്റെ ഇതേപോലെ? ഇന്നെങ്കിലും നീ പറയണം. അല്ലേലും എനിക്കെന്തിന്റെ കഴപ്പായിരുന്നു. പെണ്ണുണ്ടായാലും ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്കെന്റെ പ്രകൃതി ഉണ്ട്. ഐ ലവ് യു പ്രകൃതി. സത്യത്തിൽ എന്തോ നിന്റെ പ്രശ്നം? അറേഞ്ച് മാരേജ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. ഒന്നും അങ്ങോട്ട് ഓപ്പൺ ആവാൻ പറ്റുന്നില്ല. അങ്ങ് ഓപ്പൺ ആവും. അതല്ല, അവളുമായിട്ട് അങ്ങോട്ട് ക്ലോസ് ആവാൻ പറ്റുന്നില്ല. നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഒറ്റയ്ക്കൊക്കെ അവരുടെ പിറകിലൊക്കെ പോയി നിൽക്കണം. എങ്ങനെയൊക്കെ കണ്ണടച്ചില്ലേ? ഓഹ് എടാ അങ്ങനെ പാടി. നീ അവളോട് കുറച്ച് ടിങ്കിളാവുന്നു. മിങ്കിൾ മിങ്കിൾ ഓ മിങ്കിൾ. എന്താ അത് കുരുമുളക് നോക്കായിരുന്നു. കിട്ടി. ഇതല്ലേ തന്നെ വെളുത്ത കുരുമുളക്. മുളക് ചൂടുള്ള എടുത്തോളാം. നീ 2 ദിവസത്തേക്ക് അവധിയല്ലേ? ആ എനിക്ക് അമർന്ന് ദീപ്തി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പുറത്തഞ്ചാറ് മാങ്ങയ്ക്കുന്നു. അതവിടെ നിക്കട്ടെ, അന്ന് പറിക്കാം. മോളെ, അച്ഛനെ ചൂടുള്ളടത്തെ കുളിക്കണം. ഇതായിപ്പോ വെക്കാം. ചൂടുള്ളത്തിൽ കുളിച്ചാലേ വിഷാറു. തീ കുത്തിരി ചൂട് ചേർത്ത് കൊടുക്കാൻ. ദീപ്തി, നിന്നെ ഞാനാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അല്ലാതെ ആ കളവിന് ചൂടുള്ള ഉണ്ടാക്കി കൊടുക്കാനല്ല. അങ്ങേര് കിടന്ന് അമറയൊക്കെ ചെയ്യും. പണ്ട് അങ്ങേര് അമറേന്റെയാണ് ഞാനീ കിടന്ന് അനുഭവിക്കുന്നത്. നീ അത് കേട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആരോടെ സംസാരിക്കുന്ന? വെൽക്കം ടു ഇല്ലിക്കൽ ജോൺസ് ബാച്ചിലർ പാർട്ടി. നമ്മള് 3 പേരില്ലേ? ഇതെന്തോ 2 ക്ലാസ്. ഞാൻ അടിക്കുന്നില്ല, നിങ്ങളെ അടിക്കുന്നുള്ളൂ. അപ്പൊ നീ എല്ലാം നിർത്തിയ? എടാ, അവക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാ ദുശലങ്ങളും നിർത്തി. ഇനി അവക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അവള് പറയുന്ന എന്തും ഞാൻ ചെയ്യും. അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ അവർ പറയുന്നത് ചെയ്യേണ്ടി വരും. ചുമ്മാ അളയും പറയലേ. എടാ, എൻ്റെ 25 പെണ്ണാണ്. ഇത്ര തഞ്ചടിയായിട്ടൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. വെറുതെ അല്ലേ ചാടി വീണത്? അല്ലേ ഹണിമൂണൊക്കെ അവിടെ? അളിയാ, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞങ്ങൾ പറയാണ് സ്ട്രേറ്റ് താരം. ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, അവരെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാനഡ ശ്രമിച്ചേ, പക്ഷെ നടന്നില്ല. അതെ, അവന്റെ പെണ്ണ് മതിലേടി. ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണത്തിന്റെ കാറ്ററിംഗ് മോശോ മനുവിന് പറ. അതല്ലടാ, നീ നാളെ മണ്ഡപത്തിൽ ചെല്ലുമ്പോ അവിടെ പെണ്ണല്ലേ പെണ്ണിലവള് അവള് രാത്രി എന്നെ തന്റെ ഇടം കാണിച്ച് മുൻ കാമുവിന്റെ കൂടെ ഒളിച്ചോടി പോയി. തളരരുത് നീ. വെള്ളം വെച്ചിടാ പട്ടി. വല്ലാത്ത തഞ്ചോടെ വായിപ്പോയി. 25 പെണ്ണുണ്ട്. എന്റെ പിഴച്ച സ്വഭാവത്തിന് ഒത്തൊന്ന് ഏകമായിരുന്നു. ഹലോ സർ, ഹണിമൂൺ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്താണ് സാർ വേണ്ടത്? ഒരാളോട് വരാനുണ്ട്. വാലന്റൈൻസ് ഡേ അല്ലേ? ആരാണ് സാർ? കുഞ്ഞമ്മ. കുഞ്ഞമ്മ വരുമ്പോ പറഞ്ഞാൽ മതി. ഓൾവേസ് അവൈലബിൾ. കൊറേ നേരമായി വന്നിട്ട്? ഇല്ല, ജസ്റ്റ് ഒന്ന് 2-3 മണിക്കൂർ. പിങ്കു വരില്ലെന്ന് നീട്ടോ. സാർ എന്താ? ഓർഡർ പ്ലീസ്. മാഡം, മിങ്കു എന്താ ഇവിടെ? മിങ്കു
ഇതാണോടാ നിന്റെ കുഞ്ഞമ്മ? ഇതാരായാലും നിനക്കെന്ത്? ഇതെന്റെ മിങ്കുവാ. അപ്പൊ എന്റെ പിങ്കു നീ ബാങ്കിലെ മാനേജറാന്ന് പറഞ്ഞിട്ട് അതാണോ ഇവിടുത്തെ പ്രശ്നം? ഏതാണ് ഇവൻ? ചേട്ടാ ഒരു ഡെലിവറി ഉണ്ടായിരുന്നേ. അവിടെ ചോദിച്ചാ നീ ഇതിനുത്തരം പറയണം. ചിങ്കു എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ എന്റെ അടുത്ത് വൈകിട്ട് ബീച്ചിൽ കാണാന്നല്ലേ പറഞ്ഞേ? വൈകിട്ട്, ഉച്ചക്ക്, രാവിലെ. സത്യം പറയണേ, എത്ര പേരുണ്ട് നിന്റെ റാക്കറ്റില്? 3 പേരും കൂടെ കേട്ടോ. നീ ആറി മൂഞ്ചാലിയ? അത് ഞാൻ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഓ, വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് പറക്കാൻ ഇറങ്ങിയതല്ലേ? പറ, ഇതിലാരാണ് ഭാഗ്യവാൻ? ഇതേതോ വാട്ട് എ സർപ്രൈസ്! ഇവിടെ ഉണ്ടായിരുന്നോ നീ? ഇതാണ് ബോയ് ഫ്രണ്ട്. ചായ എടുക്കല്ലേ? വിഷങ്ങളൊക്കെ വാലന്റൈൻസ് ഡേ. എന്റെ പൊന്നോക്കിയിൽ ഇങ്ങനെ വെച്ചിറക്കണേ കൊല്ലും. എനിക്ക് എന്റെ പെങ്ങളെ നല്ല വീട്ടിൽ കെട്ടിച്ചു കൊണ്ടുവന്നുണ്ട്. എടോ, താൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ രണ്ടും കൂടെ ഒളിച്ചോടാ? പിന്നെ താൻ രണ്ടിനെ കൊല്ലൂ? ആ കൊല്ലും. ഓഹ്, ആ ചെറുക്കൊന്ന് വന്നോട്ട്. ഇവിടെ വെച്ച് തന്നെ ഒത്തീർപ്പാക്കാം. എന്നാലും അവ എന്തോ കാണിച്ച് വീഴ്ത്തിയെന്ന് എനിക്കറിയാൻ വയ്യാത്ത. അങ്ങോട്ടോ. വക്കീൽ ബ്രോ വന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ധൃതി വെക്കാതെ സംസാരിക്കാനല്ലേ വിളിച്ചു വരുത്തിയത്. എന്റെ പൊന്നനിയ, അവനോ എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാ യാതൊരു താല്പര്യമില്ല. അങ്ങനെയാണ് എന്റെ പൊന്നു വക്കീൽ ബ്രോ. ഞാൻ അവളെ കൊണ്ട് വിളിച്ചോടും, അല്ലെ അവളെ എന്നെ കൊണ്ട് വിളിച്ചോടും. നീ ഒളിച്ചോടൂടാ വയലൻസ് ഡോണ്ട്. എന്റെ പൊന്നുണ്ടാക്കണ്ട വക്കീലെ. ഉണ്ടിക്കണ്ണ വക്കീല്. ആ അത് തന്നെ. ഈ ജോലിയും കൂലി ഇല്ലാത്തവനൊന്നും ഞാൻ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കൂല. ആരാ പറഞ്ഞ ജോലിയില്ലെന്ന്? എന്താ നിന്റെ ജോലി? കൂൾ ബിസിനസ്. അന്തര ബിസിനസ്. ഈ കൂളിന്റെ ബിസിനസ് ഇല്ലേ? ഷോ എടോ, അത് IPC സെക്ഷൻ പ്രകാരം ഭയങ്കര കുറ്റമാണ്. അതേ സെക്ഷൻ. പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം. ഏതെങ്കിലും നോട്ടീസ്. എന്റെ കമ്മിറ്റിയുടെ കേസാണ്. വക്കീലെ, ഇവൻ ഞങ്ങളുടെ ജാതി പോലും അല്ല ഒന്നാമത്. ജാതി പറയാതോ. എന്റെ പൊന്നു കൊണ്ട വക്കീലെ. ഉണ്ണിക്കണ്ണ വക്കീല്. ആ വക്കീലെ, അങ്ങനെ ജാതി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ കൂടിയ ജാതി ആളുകളാ. അതേത് ജാതി? നമ്മൾ ഇജാതി ആളുകളാ. ആ കടയിൽ നിന്ന് എന്റെ വക ഒരു സോഡയെ കൂടി ഞാൻ കാശ് കൊടുത്തോളാം. നീങ്ങും വന്നേ. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ ഇതേതോ കന്നിവാസ്തി ഉണ്ടായതാന്ന്. ഞാൻ ഒരു വഴി പറയാം. നീ അവനെ കൊല്ല്. ആ കേസ് ഞാൻ വാദിക്കാം. എന്നിട്ട് നിന്റെ പെങ്ങളെ ഞാൻ കെട്ടാം. ഒന്നും പറയണ്ട. വക്കീലെ, ഞാൻ പിന്നെ കണ്ടോളാം. ഇത് കേസ് വേറെയാ.